DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർ ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിലവിലെ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ടെന്നും അർഹരായ പലർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന സാഹചര്യവും അനർഹരായ പലർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യവും കണക്കിലെടുത്ത് പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അനർഹരായ ചിലർ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇവരെ ഒഴിവാക്കുന്നതിനും അർഹരായവരെ ഉൾപ്പെടുത്തുന്നതിനുമായി പ്രത്യേക സംവിധാനം കൊണ്ടുവരുന്നത് സർക്കാർ പരിഗണിക്കുകയാണ്. അതോടൊപ്പം വീട്ടിൽ AC വെച്ചതിന്റെ പേരിൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതികളിൽ കൃത്യമായ പരിശോധനകൾ നടത്തും. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെയാണ് AC വെക്കുന്നതെങ്കിൽ ഇളവുകൾ ലഭിക്കും. അതേസമയം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത് UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നും ഇത് ഉടനെ നിറവേറ്റുമെന്നും കാലതാമസം ഉണ്ടാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ തുക പടിപടിയായി ഉയർത്തുന്നതിന് പകരം ഒറ്റയടിക്ക് 2000 രൂപയിൽ നിന്നും 3000 രൂപയാക്കി മാറ്റുന്നതിനാണ് സർക്കാർ പരിഗണന നൽകുന്നത്. നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും പുതുതായി അപേക്ഷ വെച്ച് പെൻഷൻ ലഭിക്കുന്നവർക്കും 1000 രൂപയുടെ ഈ വർധനവ് ലഭിക്കുന്നതാണ്. ജൂലൈ മാസം മുതലുള്ള പുതിയ പെൻഷൻ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരുടെ ഭൗതിക പരിശോധനയും ഫീൽഡ് വെരിഫിക്കേഷനും കർശനമാക്കും. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സർക്കാർ നടത്തുന്ന വാർഷിക മസ്റ്ററിങ്ങിനുള്ള അറിയിപ്പ് ഈ ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ സർക്കാർ പുറത്തിറക്കിയേക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് അപ്ഡേഷൻ നടത്തി ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ നാട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണത്. ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുമ്പോൾ മരിച്ചുപോയവരും നാട്ടിലില്ലാത്തവരുമായ ലക്ഷത്തിലധികം പേർ നിലവിലെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അതുവഴി ഓരോ മാസവും കോടിക്കണക്കിന് രൂപ സർക്കാരിന് പെൻഷൻ വിതരണത്തിൽ നിന്ന് ലാഭകരമാവുകയും ചെയ്യുന്നുണ്ട്. അനർഹർ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ഈ വർഷം മസ്റ്ററിങ്ങിനോടൊപ്പം തന്നെ മറ്റ് അർഹതാ പരിശോധനാ നടപടികളും വന്നേക്കും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധികം വൈകാതെ സർക്കാർ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. പഴയ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പെൻഷൻ വാങ്ങുവാൻ ആരംഭിച്ച പലരുടെയും കൃത്യമായ മൊബൈൽ നമ്പറുകൾ നിലവിൽ ലിങ്ക് ചെയ്തിട്ടില്ല. അതിനാൽ ഇപ്പോൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്. വാർഡ് മെമ്പർ വഴി അറിയിപ്പ് ലഭിക്കുന്നവർ തങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ നമ്പർ പഞ്ചായത്തിലോ മെമ്പറുടെ പക്കലോ നൽകി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നിലവിൽ സാധാരണ പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ പുതുതായി മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. ഈ വർഷം സർക്കാർ ഇനി പ്രഖ്യാപിക്കുവാൻ പോകുന്ന വാർഷിക മസ്റ്ററിംഗ് മാത്രമാണ് ഇനി എല്ലാവരും ചെയ്യേണ്ടി വരിക. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഹാജരാക്കുവാൻ പ്രത്യേകമായി നിർദ്ദേശം ലഭിച്ച ചില ആളുകളുണ്ട്. ഇത്തരം നിർദ്ദേശം ലഭിച്ചവർ രേഖകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 ആയിരുന്നു. ഇനിയും ഈ രേഖകൾ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ അത് എത്രയും വേഗം നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രേഖകൾ കൃത്യമായി സമർപ്പിച്ചവർക്ക് മാത്രമേ സർക്കാർ പെൻഷൻ ഫണ്ട് അനുവദിക്കുകയുള്ളൂ. രേഖകൾ സമർപ്പിക്കാൻ വൈകുന്നവർക്ക് ഇനി വരുന്ന മാസങ്ങളിലെ പെൻഷൻ തുക തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സർക്കാർ പ്രത്യേക അറിയിപ്പ് നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യേണ്ടതാണ്. ഒട്ടേറെ പേർ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് 18 ലക്ഷത്തോളം പേർ അപേക്ഷിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഉൾപ്പെട്ടതല്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ പദ്ധതി നിർത്തിയിട്ടില്ലെന്നും മാനദണ്ഡങ്ങളും ഗുണഭോക്താക്കളായവരുടെ അർഹതയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്നും CPM ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും വേണ്ടപ്പെട്ടവരെയാണ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ഈ പദ്ധതി തുടർന്ന് നടപ്പാക്കുന്നതിന് മുൻപായി കർശന പരിശോധന വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും മുഖ്യമന്ത്രി പറഞ്ഞ ഇക്കാര്യങ്ങൾ ശരിയല്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളാണ് കൂടുതൽ പേർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയതെന്ന റിപ്പോർട്ടുകൾ എത്തിക്കഴിഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 11,050 അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയ UDF ഭരിക്കുന്ന ആലപ്പുഴ നഗരസഭയാണ് ജില്ലയിൽ ഒന്നാമത്. 3,448 സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിച്ച UDF ഭരിക്കുന്ന കായംകുളമാണ് രണ്ടാമത്. 3,317 സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിച്ച LDF ഭരിക്കുന്ന ചേർത്തലയാണ് മൂന്നാമത്. 2000 അപേക്ഷയ്ക്ക് മുകളിൽ അംഗീകാരം നൽകിയ ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളിൽ 11 എണ്ണം മാത്രമാണ് LDF ഭരിക്കുന്നത്. 9 എണ്ണത്തിൽ UDFും ഒരിടത്ത് NDAയുമാണ് ഭരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഗുണഭോക്താക്കൾ പട്ടികയിൽ ഇടം പിടിച്ചതെന്ന് പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ നല്ല വരുമാനം ലഭിക്കുന്ന സ്വകാര്യ ജോലിയുള്ള ചിലരും മുൻഗണനാ കാർഡുകൾ ഉണ്ടെന്ന
ഒറ്റ കാരണത്താൽ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന ആക്ഷേപവും വന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ 35-നും 60-നും ഇടയിലുള്ള പലർക്കും പെൻഷൻ അർഹത ലഭിച്ചു എന്ന പരാതികളുമുണ്ട്. വരുമാന രേഖ പോലുള്ളവ നോക്കാതെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതെല്ലാം പരിഗണിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി അധികം താമസിയാതെ തന്നെ ഈ പദ്ധതി പുനരവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അനുകൂലമായ നടപടികൾ വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. കൂടുതൽ പെൻഷൻ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.